പലരുടെയും പ്രധാനമായ പ്രശ്നമാണ് ശരിയായ സമയത്ത് ശരിയായ തീരുമാനം ശരിയായ രീതിയിൽ എടുക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ഇത് കേവലം ഒരു കഴിവുകേട് കൊണ്ട് സംഭവിച്ചു പോകുന്ന ഒരു കാര്യമായി കരുതുവാൻ സാധിക്കില്ല. ഒരു പ്രവർത്തനത്തിന് വേണ്ടതായ സകല കഴിവും ഉണ്ടായിട്ട് പോലും ആത്മവിശ്വാസക്കുറവ് കൊണ്ടോ പരാജയ ഭീതി കൊണ്ടോ ഭാഗ്യപൂർണമായിരിക്കുന്ന പല അവസരങ്ങളെയും കൈവിടുകയും പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന വ്യക്തികൾ നമുക്കിടയിൽ ധാരാളമായുണ്ട്. ഒരു കാടിനെ പൂർണ്ണമായും അഗ്നിക്കിരയാക്കുവാൻ ഒരു തീപ്പൊരി മതിയാകും. അതുപോലെ ആത്മവിശ്വാസത്തിന്റെ ഒരു തീപ്പൊരിയാൽ വിശ്വം മുഴുവനും കാൽക്കീഴിലാക്കുവാനും ഒരുവന് സാധിക്കും. യന്ത്രം അഥവാ ചക്രങ്ങളെ രക്ഷ എന്നുകൂടി വിളിക്കുവാൻ കാരണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മളെ അത് രക്ഷപ്പെടുത്തുന്നു എന്നതുകൊണ്ടാണ്. കർമ്മപരമായുള്ളതായിരിക്കുന്ന തടസ്സങ്ങളും വിദ്യാപരമായിരിക്കുന്ന വിഘ്നങ്ങളും മറ്റുള്ള പ്രതിബന്ധങ്ങളെയെല്ലാം തന്നെ നീക്കുവാൻ സഹായിക്കുന്ന ഉത്തമ യന്ത്രമായ താരായന്ത്രത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായി ഈ വാരത്തിലൂടെ മനസ്സിലാക്കാം. താരായന്ത്രം അത്യധികം ഗുണപ്രദമായിരിക്കുന്നൊരു യന്ത്രമാണ്. താരാദേവിയുടെ മന്ത്രം വിധിപ്രകാരം ജപിക്കുന്ന വ്യക്തിയെയും താരായന്ത്രം വിധിപ്രകാരം എഴുതി അത് വിധിപ്രകാരം തന്നെ ധരിക്കുന്നതായിരിക്കുന്ന വ്യക്തിയെയും ഒരു അമ്മ കുഞ്ഞിനെ എന്ന പോലെ ഭഗവതി സംരക്ഷിക്കുന്നു എന്നുള്ളത് അനുഭവ സത്യമാകുന്നു. നൈവ താരാസമാകാജിത് ദേവത സർവസിദ്ധിത കലോ യുഗേ തതോ ഗോപ്യ വാഞ്ചിതാം സിദ്ധിമിച്ഛത എന്നാണ് പ്രമാണം. ഈ കലിയുഗത്തില് താരാദേവിയോട് സമമായി അഭീഷ്ടങ്ങളെ സാധിപ്പിച്ചു തരുന്നതായിരിക്കുന്ന മറ്റൊരു ദേവതയുമില്ല. അതുകൊണ്ട് തന്നെ തൻ്റെ അഭീഷ്ടങ്ങൾ സാധിക്കണം എന്നുള്ളതായിരിക്കുന്ന ആഗ്രഹമുള്ള വ്യക്തികൾ വിധിപ്രകാരം താരായന്ത്രം എഴുതിച്ച് വളരെയധികം ഭക്തി ശ്രദ്ധയോടുകൂടി ഗോപ്യമായി ധരിക്കേണ്ടതാകുന്നു.